മണാലിയിൽ ഞങ്ങളുടെ അവസാന ദിവസമാണെന്ന്. കാണാനുള്ള സ്ഥലങ്ങളെ പറ്റി എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിലും ഇവിടുന്ന് പോകുന്നതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞ് ആ വഴി തന്നെയാണ് നമ്മൾ തിരിച്ച് ഡൽഹിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. മണാലി വിട്ടു പോകുന്നതിൻ്റെ ഏറ്റവും വലിയ വിഷമം ഇവിടുത്തെ ഫുഡ് തന്നെയാണ്. ഗൈസ്, ഒരു രക്ഷയില്ല. ഇവിടെ ഏത് റെസ്റ്റോറൻറ്റിൽ കയറി കഴിച്ചാലും ഭയങ്കര നല്ല ഫുഡായിരിക്കും. അതുപോലെ എടുത്തു പറയേണ്ട സാധനമാണ് ഇവരുടെ കോഫി. മണാലിയിൽ വരാൻ പ്ലാൻ ചെയ്യുന്ന പോലെ എന്തായാലും ഇവിടുത്തെ കോഫി മാക്സിമം കുടിച്ചോളൂ. എല്ലാ ദിവസവും കുടിക്കാൻ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും കുടിച്ചോളൂ. അത്രയ്ക്ക് അഡിക്ഷനാവും നമുക്ക് ഇവരുടെ കോഫി. നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തിയേക്കാണ് ഹഡിംബ ടെമ്പിൾ. രൺബീർ കപൂറും ദീപിക പദുക്കോണൊക്കെ നടന്ന വഴി കൂടിയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. മണാലിയുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെയുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്നിട്ട് ഈ മണാലി ഔട്ട്ഫിറ്റ് ഒന്ന് ട്രൈ ചെയ്യണം. അതിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ റെഡിയായി. അടുത്ത് നമ്മൾ പോകുന്നത് ബുദ്ധ മൊണാസ്ട്രിയിലേക്കാണ്. മൊണാസ്ട്രിയുടെ ഫ്രണ്ടിലായിട്ട് ഇതാ ഇങ്ങനൊരു പ്രയറും ഇതിൻ്റെ 4 ചുറ്റും ഇങ്ങനെ കുറേ വീൽസും ഉണ്ട്. ഈ പ്രയർ പറഞ്ഞുകൊണ്ട് ഈ വീൽസ് റൊട്ടേറ്റ് ചെയ്യണമെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ റൊട്ടേറ്റ് ചെയ്തു. ഞങ്ങൾ റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ മണാലിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വി ആർ ട്രാവലിംഗ് ബാക്ക് ടു ഡൽഹി ടു നൈറ്റ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കോഫി കുടിക്കാമല്ലോ എന്ന് വിചാരിച്ച് കയറിയതാണ് ഈ കാണുന്ന കഫേയിൽ. ഇതൊരു കഫേ ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക? ഇതൊന്നും അല്ല, ഇവരുടെ വാഷ്റൂമാണ് നിങ്ങൾ കാണേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞ വാഷ്റൂം. അങ്ങനെ മണാലി യാത്രയ്ക്ക് ഒരു അവസാനം കുറിച്ചുകൊണ്ട് കൂടെയുള്ള ചേട്ടന്മാർക്ക് ടാറ്റാക്കി കൊടുത്ത് പറഞ്ഞിട്ടിട്ട് വി ഫൈനലി റീച്ച്ഡ് അവർ പ്ലേസ് ഓഫ് സ്റ്റേ ഇൻ ഡൽഹി. എവിടെയാണെന്നല്ലേ? ദ വെസ്റ്റേൺ കോട്ട് ഗസ്റ്റ് ഹൗസ്, ന്യൂ ഡൽഹി. മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റിനും സീനിയർ ഡിഗ്നിറ്ററീസിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഹിസ്റ്റോറിക് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസാണ് വെസ്റ്റേൺ കോട്ട്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, പിന്നെ നിങ്ങളെന്താ ഇവിടെയാണ്? ഇതൊക്കെ ചെറുതല്ലേ? അടുത്ത ദിവസങ്ങളിൽ ഡൽഹി ഫുള്ള് കറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. ഇപ്പോൾ തൽക്കാലം ബൈ.